ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. മിക്ക വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇന്നും വീണ്ടും വന്നിട്ടുള്ളത്. കണ്ടന്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടല്ല, പക്ഷെ അതൊരു എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ലാഗായി പോകുന്നത്. അപ്പോൾ അഗെയിൻ നമ്മളൊരു പുഡിംഗ് വ്ളോഗ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിംഗ് ആണ് കേട്ടോ. അതിലേക്ക് വേണ്ട പാലും ചൈന ഗ്രാസും നമ്മൾ മെൽറ്റ് ആക്കാൻ വേണ്ടി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ടെൻഡറിൻ്റെ പൾപ്പൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്യാണ്. സ്റ്റൗ ടോപ്പിൽ 1 ലിറ്റർ പാലും മറ്റൊരു സ്റ്റൗ ടോപ്പിൽ നമ്മൾ ഒരു 18-19 ഗ്രാം ചൈന ഗ്രാസും കൂടി മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം ഈ ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സ് നമ്മൾ പാലിലോട്ട് ഒഴിക്കുകയാണ്. ഇതിന് മുന്നേ തന്നെ ഈ ഒരു പുഡിങ്ങിലോട്ട് ആവശ്യമായിട്ടുള്ള മധുരം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൾപ്പ് നല്ല പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് മിൽക്കുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ ഒരു തിക്ക് പേസ്റ്റായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുമ്പം കട്ട കെട്ടി പോവാതിരിക്കാനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് 2 ട്രേയിലോട്ട് ഒഴിക്കുകയാണ്. ഞാൻ 1 ലിറ്റർ പുഡിങ് 2 ട്രേയിലായിട്ടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുത്താൽ നമുക്ക് മിക്സിയിലുള്ള ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് ക്ലിയർ ആയി കിട്ടും കേട്ടോ. ട്രേയിലൊക്കെ ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലുള്ള ഈ ഒരു എയർ ബബിൾസ് ഒക്കെ റിമൂവ് ആക്കാം കേട്ടോ. സോ നമുക്ക് ഈ ഒരു ലംസ് ഒക്കെ റിമൂവ് ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടും പുഡിങ് സെറ്റ് ആകുമ്പം. പിന്നെ നമ്മൾ ടോപ്പിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടെൻഡർ പൾപ്പും കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ക്യാരറ്റ് പുഡിംഗ് ആണ്. അതിന് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റൗ ടോപ്പിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് മറ്റേ സ്റ്റൗ ടോപ്പിൽ ചൈന ഗ്രാസും ഡൈല്യൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മൾ ടെൻഡറിൻ്റെ പൾപ്പ് ചെയ്ത പോലെ തന്നെ ഒന്ന് മിൽക്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം പാലിൻ്റെ മിക്സിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരിട്ട് ഒഴിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു പാലിലോട്ട് ലൂസായിട്ടുള്ള പാലിലോട്ട് ഈ ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ഒഴിക്കുമ്പം കട്ട കെട്ടി പോകും കേട്ടോ. അപ്പോൾ അത് ഒടിച്ചെടുക്കാൻ നല്ല പണിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ അത് മിക്സായി പോയിക്കോളും. ഇതിലും നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും കൂടി ബാലൻസ് ചെയ്ത് എടുക്കണം കേട്ടോ. അത് ഓരോരുത്തരുടെ അളവ് പോലെ എടുത്താൽ മതി. പുഡിങ് നല്ലപോലെ തണുക്കുമ്പോൾ നമുക്ക് മധുരം നല്ലപോലെ തോന്നണമെങ്കിൽ, ഓവർ മധുരമല്ല എന്നാലും ബാലൻസ് ചെയ്ത് തോന്നണമെങ്കിൽ നമ്മൾ പുഡിങ് സെറ്റാക്കുമ്പം കുറച്ചൊരു മധുരം മുന്നിട്ട് നിന്നാലേ നമുക്ക് ആ ഒരു ടൈമിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ട്രേയിലോട്ട് ഒഴിച്ച് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാനുള്ളത് ഗുലാബ് ജാമുനാണ്. അതിനുള്ള ഷുഗർ സിറപ്പാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് വേണ്ട ഷുഗറും വെള്ളവും നമ്മൾ അളന്നെടുക്കുകയാണ് കേട്ടോ. ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. അത് നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടി സ്റ്റൗ ടോപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ ആ ഡോ ചെയ്യാനുള്ള മിൽക്ക് പൗഡറും ബേക്കിംഗ് പൗഡറും മൈദ, ഉപ്പ്, പിന്നെ കുറച്ചൊരു ബട്ടറും കൂടി ആഡ് ആക്കിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. പാല് വെച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരു ഡോ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ, ഞാൻ ഈ ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത്. ഞാൻ റൗണ്ടിലും ആക്കാറുണ്ട്. ഈ ഒരു തവണ ഈ ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഭയങ്കര ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇത് ഒന്നിട്ട് അടിച്ചു വെക്കണേ. ഷുഗറൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 ബാച്ച് ആക്കിയിട്ടാണ് ഈ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ മുൻപ് ഒരു ബാച്ച് ആക്കിയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച് 3 ബാച്ചും 4 ബാച്ചൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അത് നമ്മൾ ഈ ഷുഗറിലോട്ട് അബ്സോർബ് ചെയ്യാൻ വെക്കുമ്പോൾ പിന്നെ ലാസ്റ്റത്തെ ബാച്ചൊന്നും ഷുഗർ നല്ലപോലെ അബ്സോർബ് ചെയ്യില്ല. ഞാൻ ഈ ഒരു തവണ 2 ബാച്ചാക്കി ഉണ്ടാക്കിയപ്പം ഷുഗറിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറവാവും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബ്രൗണിയാണ്. ബ്രൗണിയൊക്കെ നല്ലപോലെ നമ്മൾ ഉണ്ടാക്കി ഈ ഒരു 10 ഇഞ്ചിൻ്റെ ട്രേയിലോട്ടാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഈ ഒരു ബ്രൗണി റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ കസ്റ്റമർക്ക് ഉണ്ടാക്കുമ്പം ഒരു ബാച്ച് എനിക്കും ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് തന്നെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ക്രിങ്കിൾ ടോപ്പൊക്കെ വരുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. അത് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് മുട്ടമാലയാണ്. ഇത് ഈ ഒരു എഗ്ഗും വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട്
യോക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്ട്രെയിനറിലോട്ട് ഇടുകയാണ് കേട്ടോ. അതിൻ്റെ നമ്മൾ ലാസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം, എന്നാലേ നമ്മുടെ ഈ ഒരു മുട്ടമാലൻ്റെ മാല നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. ഞാനിവിടെ 30 എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മുട്ടമാല തയ്യാറാക്കിയിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ ഒരു സ്ട്രെയിനറിലോട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ്. അതിലുള്ളൊരു പാട സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷുഗർ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഷുഗർ നമ്മൾ ഈ ഒരു അളവിൽ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ മുട്ടൻ്റെ ഈ ഒരു വൈറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അതായത് ഷുഗറിലുള്ള എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മുട്ടമാല പ്രിപ്പയർ ചെയ്യാണ്. മുട്ടമാല നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇങ്ങനെ മാലയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലപോലെ ഷുഗർ തിളയ്ക്കുമ്പം ആ ഒരു പതയിലോട്ട് നമ്മളിങ്ങനെ മാലയാക്കി നിർത്താതെ ചുറ്റിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടമാല കിട്ടത്തുള്ളൂ. നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാൻ നല്ല സോസിൻ്റെ ആ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോട്ടിലുള്ളത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ മുട്ട സുർക്കയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇനി ഇത് ഓവനിൽ സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ ഇടാനുള്ള ഗാർണിഷ് ചെയ്യാനുള്ള ക്യാരറ്റൊക്കെ ഒന്ന് ഷുഗറുമായിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് നമ്മുടെ ബ്രൗണി സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ബ്രൗണി ബൈറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ സെറ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ പാർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഒരു 3-4 മണിക്കൂർ മിനിമം നമ്മൾ സെറ്റാകാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇതൊക്കെ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ ട്രേയിലോട്ട് മാറ്റാണ്. ക്യാരറ്റൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോട്ട് ചെയ്ത് വെച്ച ക്യാരറ്റൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രൗണിയാണ് ട്രേയിലോട്ട് വെക്കാനുള്ളത്. ഓരോ ബ്രൗണിയും പീസായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബ്രൗണീൻ്റെ ടോപ്പിൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് വേറെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രൗണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഗുലാബ് ജാമുനാണ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് നല്ലപോലെ ഷുഗറൊക്കെ അബ്സോർബായി നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉൾഭാഗം ഫുള്ള് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ട്രേയിലോട്ട് മാറ്റാണ്. ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഷുഗറും കൂടി സ്ട്രെയിൻ ചെയ്തിട്ട് ഈ ഒരു ട്രേയിലോട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇന്നർ പോർഷന് നമ്മൾ നല്ലപോലെ ജ്യൂസി ആയിട്ട് ഷുഗറൊക്കെ അബ്സോർബായി വരുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ് കേട്ടോ ഇത്. അങ്ങനെ ഇതാ നമ്മുടെ എല്ലാ പുഡിങ്ങും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മുട്ട സുർക്ക, മുട്ടമാല, ക്യാരറ്റ്, ബ്രൗണി, പിന്നെ ഗുലാബ് ജാമുനും എല്ലാം തന്നെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.